ഇതൊക്കെ എന്തെന്നാ സെറ്റപ്പ് എന്നറിയില്ല. ഇതൊക്കെ കോൺക്രീറ്റിൻ്റെ പ്ലാന്റിൻ്റെ പഴയ ഒരു മോഡലാണ്. ഒരു ക്രെയിനൊക്കെ ആയിട്ട് ഉള്ള പരിപാടി. അതുപോലെ തന്നെ ഇത് ഇവിടെയാണ് താർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് വേറൊരു പ്ലാന്റിലാണ് കേട്ടോ. അതായത് നമ്മുടെ 2 പ്ലാന്റ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളൊരു പ്ലാന്റ് റെൻറ്റിനെടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഒരു RDS എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഇന്ന് ലോഡ് എടുക്കുന്നത്. ഇവിടുന്ന് ലോഡ് എടുത്ത് നമ്മളെ 3 പ്ലാന്റിൽ നിന്നാണ് ഇപ്പോൾ ലോഡ് കയറ്റിയിട്ട് നമ്മൾ സൈഡിലോട്ട് കൊണ്ടുവന്നത്. കാരണം നമ്മുടെ വർക്ക് അത്രയും സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ ഒരു പഴയ പ്ലാന്റാണ്. അത്യാവശ്യം അങ്ങ് ഓടിപ്പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ സെറ്റപ്പ് വേറെ രീതിയിലാണ്. മൊത്തം വ്യത്യസ്തമായൊരു പ്ലാന്റാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് കാണാം. ഇതൊരു പഴയ പ്ലാന്റാണ്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ. ഇതൊക്കെ നമ്മുടെ റെഡി മിക്സിൻ്റെ കോൺക്രീറ്റ് വയ്ക്കുന്ന പ്ലാന്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം കാടൊക്കെ പിടിച്ചു, ഒരു പഴയൊരു സെറ്റപ്പ്. അതേപോലെ തന്നെ നമ്മുടെ താറിങ് പ്ലാന്റ് ഇതാ ഒരു പ്രത്യേക സ്ഥലത്താണ് കേട്ടോ ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കാരണം വീടും ആളും മനുഷ്യനും ഒന്നുമില്ലാത്ത ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഇത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്ലാന്റ് ഇതുവരെയും സ്റ്റാർട്ടായില്ല. എന്തൊക്കെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ ആണ്. ഇവിടെ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പ്ലാന്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഡ്രമ്മൊക്കെ കറങ്ങി തുടങ്ങി. ഇവിടെയൊക്കെ താറിൻ്റെ കുറച്ച് ഏരിയകളൊക്കെ മൊത്തത്തിൽ ക്ലിയർ ആകുകയാണ് ഈ വയ്യ. ഇതാണ് കേട്ടോ നമ്മുടെ താറിൻ്റെ ഈ പ്ലാന്റിൻ്റെ കേബിന്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെയായിട്ട് ഫയറിങ് ഒക്കെ വരും. ഇനിയിപ്പോൾ ഇവിടെ തീയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കും. ഏകദേശം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ള പ്ലാന്റാണ് കേട്ടോ. മൊത്തം പൊടിയാണ്. ഇത് അവിടെയൊക്കെ മൊത്തം മഞ്ഞ് പെയ്ത പോലെ പൊടിയാണ്. അപ്പോൾ ഫയറിങ് തുടങ്ങാറായി. ഇത് തീയൊക്കെ കത്തി. ഇനി മൊത്തം മെറ്റീരിയൽസിനിങ്ങനെ ഈ ഡ്രമ്മിലിട്ട് ഇങ്ങനെ ചുട്ട് പഴുപ്പിച്ചെടുക്കണം. സ്റ്റാർട്ടായി കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. മെറ്റീരിയൽസൊക്കെ മൊത്തം ചൂടാവണം. ദൂരെയായിട്ട് ഇതാ ഒരു ട്രാക്ടറിൽ വെള്ളം കൊണ്ട് ഇവിടെയൊക്കെ നനച്ച് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം പൊടിയൊക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോയ പോലെയാണ് എനിക്ക് ഈ പ്ലാന്റിൽ വന്നപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സെറ്റപ്പ്. ഇവിടെ ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ചുണക്കുട്ടികളായ 2 JCB കുട്ടന്മാർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഒന്ന് നമ്മുടെ കലേഷിൻ്റെ വണ്ടിയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ പരിപാടികളിൽ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ ഇവിടുത്തെ ലാബാണ്. മൊത്തം കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പഴയ ലാബ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ചുറ്റുപാടും പരിസരമൊക്കെ ഇതാ ഇങ്ങനെയാണ്. ഇവിടെ ഒരു JCB കിടപ്പുണ്ട്. ഇത് ബട്ടർഫ്ലൈ സ്റ്റെബിലൈസറൊക്കെ ഉള്ള വണ്ടിയാണ്. മൊത്തത്തിൽ എന്തെല്ലോ പ്രത്യേകത ഉണ്ട് കേട്ടോ. 4DS ആണ് സാധനം. ഇതിൻ്റെ ഓപ്പറേഷൻ ലിവറൊക്കെ ഇതേ നമ്മുടെ ഇറ്റാച്ചിയുടെ പോലെ തന്നെ ജോയ്സ്റ്റിക്കുകളാണ്.
നല്ല സ്മൂത്ത് സാധനമാണ്. അപ്പോൾ നമ്മുടെ നോർമലുള്ള JCB പോലെയല്ല, എന്തൊക്കെയോ പ്രത്യേകതകളുള്ള വണ്ടിയാണ്. ഇതേപോലെ തന്നെ ഒരെണ്ണം ഇതാ ഇവിടെയും കിടപ്പുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ മെഷീനറീസിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ബട്ടർഫ്ലൈ സ്റ്റെബിലൈസറുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ബക്കറ്റൊക്കെ കണ്ടോ, നല്ല ഹെവി സൈസ് ബക്കറ്റാണ്. ഹിറ്റാച്ചിയുടെ വലിപ്പമുള്ള ബക്കറ്റാണ് ഈ JCBക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ വർക്ക്ഷോപ്പാണ് കേട്ടോ അവരെ. ഇവിടെ ക്രെയിനും വെള്ളം വണ്ടിയും റെഡിമിക്സിൻ്റെ വണ്ടിയും ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് കോൺക്രീറ്റിൻ്റെ ഒരു മെഷീനാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇതാ PTR ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് എവിടെ ആയിട്ട് കിടപ്പുണ്ട്. വർക്കും കാര്യങ്ങളൊന്നും എടുക്കാതെ ഇങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇതാ ഇവിടെ വെക്കാൻ വേണ്ടി പോവാണേ. ഇവിടെ ഇതാ നമ്മുടെ ട്രാക്ടർ മൊത്തം ഇങ്ങനെ നനച്ച് കുളിപ്പിക്കുന്നുണ്ട്. ഒരു പഴയ വണ്ടിയാണ്, അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെ. നമ്മൾ ട്രാക്ടർ എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്, ചെറുതായിട്ട് മേഘങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിന്റെ കാഴ്ചകളൊക്കെ. അതായത് നമ്മുടെ ഇതിപ്പോ റെന്റിനെടുത്ത പ്ലാന്റ് ആണ്, RDS എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ പ്ലാന്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പൊ നമ്മൾ ആ പ്ലാന്റിൽ നിന്നും വീണ്ടും നമ്മുടെ സ്വന്തം പ്ലാന്റായ നമ്മുടെ ഭട്ടിപ്പടവുള്ള മോർത്താന പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ JCB ഒക്കെ ഇവിടെ ഇതാ നല്ല കാര്യമായ പണിയിൽ തന്നെയാണ്. നമ്മൾ നേരെ തിരിച്ച് JCBയിൽ നിന്ന് മാറി വീണ്ടും നമ്മുടെ ടോറസ് ലോറിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് മിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ GSBയുടെ WMന്റെ പരിപാടിയെല്ലാം മൊത്തം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ലോഡുമായി സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടാണ് താറിങ് വർക്ക് നടക്കുന്നത്. ഇതാ ഇവിടേക്ക് ഇത്രത്തോളം വർക്ക് കഴിഞ്ഞു. മൊത്തത്തിൽ സെക്കൻഡ് ലെയർ താറിങ് വലിച്ച സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇതാ ഫൈനൽ ലെവൽ താറിങ് ഇങ്ങനെ വലിച്ച് പോവാണ് കേട്ടോ. പരിപാടികൾ നല്ല പവർഫുള്ളായിട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുമ്പള സർവീസ് റോഡിൻ്റെ താറിങ് വർക്കും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ 3 പ്ലാന്റുകളിൽ നിന്നാണ് ഇപ്പോൾ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റിങ്ങും ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിവേഗത്തിലാണ് നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൈക്കമ്പ അണ്ടർ പാസേജ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് നമ്മുടെ താറിങ് വർക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങി വരികയാണ് കേട്ടോ. അത്യാവശ്യം റോഡൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല. നമ്മുടെ ഓരോ വണ്ടികൾ ഇവിടെ മിക്സ് ലോഡ് ചെയ്ത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചുട്ടു പൊള്ളുന്ന വെയിലിലും നമ്മുടെ അനീഷ് ചേട്ടനും ടീമും ഇവിടെ തകൃതിയായിട്ടുള്ള പണിയിലാണ്. എല്ലാവരും നല്ല പിടുത്തം വിട്ട വർക്കിലാണ് കേട്ടോ. ഓ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല ചൂടാണ്. നമ്മുടെ രാസാണ്ണൻ്റെ വണ്ടിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്കാണ് ഇന്ന്. അപ്പോൾ ഏതാണ്ട് കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ചൂടാണ് ഇവിടെ.
ഇതാ നമ്മുടെ പേവർ മെഷീൻ കൈക്കമ്പ അണ്ടർപാസിന്റെ മുകളിലായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ കൈക്കമ്പ അണ്ടർപാസിന്റെ മുകളിലാണ് താറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പേവർ ഇതാ പിറകിലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോളർ കൂട്ടന്മാരൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം ഇതെല്ലാവരും വരിയായിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ വരെ ഇവന്മാരിങ്ങനെ തകൃതിയായിട്ട് അടിച്ചടിച്ച് പോവാണ്. ഇവന്മാരുടെ പുറകെ നമ്മുടെ PTR ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാസാണൻ്റെ വണ്ടി ഏതാണ്ട് തട്ടി തീരാറായിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി വെക്കണം. നമ്മുടെ ശിവിയാടൻ്റെ വണ്ടി ഇതാ പേവറിൽ തട്ടിയപ്പോൾ ഇത്രത്തോളം പൊങ്ങി കേട്ടോ. ഇത്രത്തോളം അതിലിപ്പോൾ റോഡ് തൊടാതെയാണ് പോകുന്നത്. നമ്മുടെ പേവറാണ് ഇപ്പോൾ ഇതിനെ തള്ളി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേവർ കൈക്കമ്പ അണ്ടർ പാസേജ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പേവർ നമ്മുടെ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ മുകളിലാണ് ലോഡ് തട്ടി ലെവലാക്കി വരുന്നത്. നമ്മുടെ ശിവിയാടൻ്റെ വണ്ടി തട്ടി കഴിഞ്ഞ കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. എൻ്റെ കയ്യിൽ ഡ്രോൺ ഇല്ല. ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ളൊരു കാഴ്ച കാണാമായിരുന്നു. അപ്പോൾ നമ്മുടെ രാസാണൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇതേ നമ്മുടെ താറിങ് നടക്കുന്നത് ഇവിടെയാണ്. ഈ സൈഡൊക്കെ മൊത്തം ടോപ്പ് ലെയർ വലിച്ചു കഴിഞ്ഞു. ഇവിടെ മുതൽ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിന് അടുത്ത് വരെ വലിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ മെയിൻ റോഡാണ് നമ്മൾ ടോപ്പ് ലെയർ വലിച്ചു പോകുന്നത്. നമ്മുടെ പ്രജിലാട്ടൻ്റെ പേവറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പേവറും കൈക്കമ്പ അണ്ടർ പാസേജ് കടന്നു. അപ്പോൾ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഇപ്പോൾ മൊത്തം ഫൈനൽ ലെവൽ താറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പ്രജിലാടനൊക്കെ ആകെ തളർന്നു കേട്ടോ. കാരണം മൂപ്പർ എപ്പോഴും ഇത്രയും ചൂടിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ചൂടുള്ള മിക്സ് പാസാനൊക്കെ മൊത്തം തളർന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് മാക്സിമം നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയും ലോഡ് തട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ലോഡ് തട്ടി തീരുന്നതിൻ്റെ അനുസരിച്ചിട്ട് പുതിയ വണ്ടികൾ ഇങ്ങനെ ലോഡുമായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പേവരത്താ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും പ്ലാന്റിൽ പോയി ലോഡുമായി വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഇതാ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ലോഡ് തട്ടി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നയാ ബസാർ എത്തി കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നത്തോടെ നമ്മുടെ ടോപ്പ് ലെയറിൻ്റെ താറിങ് നമ്മുടെ ഉപ്പള ഭാഗത്തായിട്ട് മൊത്തം കഴിയും. പിന്നീടുള്ളത് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള കാഴ്ച താറിങ് മാത്രമായിരിക്കും. അപ്പോൾ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ വെയിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിബിയാട്ടനത് അതുവഴി നടന്നു പോകുന്നുണ്ട്. ആ ഏറ്റവും ഫ്രണ്ടിലുള്ള വണ്ടിയുടെ അടുത്ത് വരെയാണ് നമ്മുടെ താറിങ് പോയിട്ട് കംപ്ലീറ്റ് ആവേണ്ട സ്ഥലം. അപ്പോൾ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഇതോ ഇത്രത്തോളം എത്തി. ഇനിയിപ്പോൾ നമുക്ക് ലോഡൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത പരിപാടി എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ലോഡ് തട്ടിയതിന് ശേഷം നോക്കണം ഇനി അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സെൻ്റാണ് കേട്ടോ ലോഡ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ താറിങ് പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മോർത്താന പ്ലാന്റിലേക്ക്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നും ലോഡുമായി ഉപ്പിളെത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ബോബ്കേറ്റ് ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ എന്തോ മണ്ണിൻ്റെ പരിപാടിയോ എന്തോ ചെയ്യുകയാണ്. ഉപ്പിളേക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ബോബ്കേറ്റ് ഇത് അവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കാൻ നമ്മുടെ ബോബ്കേറ്റാണ് ഏറ്റവും നല്ലൊരു മെഷീൻ. അപ്പോൾ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടുള്ള മൊത്തം താറിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ടുള്ള താറിങ് മാത്രമേ ഉള്ളൂ. അപ്പം ദൂരെയായിട്ട് ഇതാ 2-3 വണ്ടികൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വെയിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ കർണാടക വണ്ടിയൊക്കെ ഇതാ പറമ്പിലൂടെയൊക്കെ കയറ്റി അടിച്ച് പോകുന്നുണ്ട്.